സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെനോവോ സൂക്ക് Z1ന്റെ ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചാണ്. ചാർജിങ്ങിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് ഇതിന്റെ ചാർജിങ്ങിൽ കംപ്ലൈന്റ് വരുന്നത് ഈ കണക്ടറാണ്. ഈ കണക്ടർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ഒന്നായിട്ട് മാറാൻ കിട്ടും. ഈ സ്ട്രിപ്പ് മൊത്തമായിട്ട് മാറാൻ കിട്ടും. സ്ട്രിപ്പ് മൊത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വേറൊരെണ്ണം മാറിയിട്ട് നോക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ സ്ട്രിപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രിപ്പ് റിപ്പയർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ കണക്ടറിൽ അധികം ഇച്ചിരി വ്യത്യസ്തമായ ഒരു കണക്ടറാണ്. ഈ കണക്ടർ കറക്റ്റായിട്ട് ഇതേ സെയിം കണക്ടർ തന്നെ ഇടാൻ ശ്രമിക്കുക. ഈ കണക്ടറിൽ എവിടെയൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ് വോൾട്ടേജ് കയറുന്നത് നെഗറ്റീവ് വോൾട്ടേജ് കയറുന്നതെന്ന് ഞാൻ പറയാം. ഇതിൽ ഈ സൈഡിൽ ഫസ്റ്റ് പിന്നാണ് നെഗറ്റീവ്, ഈ സൈഡിൽ ഫസ്റ്റ് പിൻ. പിന്നെ പോസിറ്റീവ് കണക്ഷൻ ഈ സൈഡിൽ നാലാമത്തെ കണക്ഷനാണ് പോസിറ്റീവ് കണക്ഷൻ. ഈ പോസിറ്റീവ് കണക്ഷൻ കയറുന്നത് ഈ കപ്പാസിറ്ററിന്റെ ഈ താഴത്തെ ലെഗിലേക്കാണ്. ഈ വലിയ കപ്പാസിറ്ററിന്റെ താഴത്തെ ലെഗിലേക്കാണ് പോസിറ്റീവ് കണക്ഷൻ കയറുന്നത്. ഒരു സൈഡ് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ആണ്, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയാൽ നേരെ നെഗറ്റീവിലേക്ക് സപ്ലൈ പോകും. അങ്ങനെ ഉണ്ടെന്നൊരു ഈ കപ്പാസിറ്റർ ഷോർട്ട് ആണെന്നൊരിക്കൽ ഈ കപ്പാസിറ്റർ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതാണ്. റിമൂവ് ചെയ്താൽ ഈ സ്ട്രിപ്പിന്റെ കംപ്ലൈന്റ് മാറുന്നതാണ്. അപ്പൊ നേരെ ഈ കണക്ഷൻ ഇങ്ങോട്ട് താഴോട്ടാണ് പോകുന്നത്. അഥവാ എന്തെങ്കിലും പ്രിന്റ് ബ്രേക്ക് ഉണ്ടെന്നൊരിക്കൽ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി ഇല്ലെന്നൊരിക്കൽ നിങ്ങൾ ഇവിടുന്ന് ഒരു ജമ്പർ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ട്രിപ്പിന്റെ പ്രോബ്ലം റെഡി ആവുന്നതാണ്. പിന്നെ ഇത് ഈ കണക്ഷൻസ് നേരെ 90% കൂടുതൽ കംപ്ലൈന്റ് വരുന്ന ഈ കണക്ടർ തന്നെയാണ്. അപ്പൊ ഈ കണക്ടറിൽ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ചേക്കുക. ഇതിന്റെ വോൾട്ടേജ് ഈ നാലാമത്തെ കണക്ഷനിൽ 5 വോൾട്ടേജ് കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇത് നേരെ കയറുന്നത് ഇങ്ങോട്ടാണ്, ബോർഡിലേക്കാണ്. ബോർഡിലേക്ക് ഈ സ്ട്രിപ്പിൽ എങ്ങോട്ടാണ് കയറുന്നതെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 5 വോൾട്ടേജ് കാണിക്കണം ഈ പോയിന്റിൽ. അതായത് ഈ ഹോളിന്റെ നേരെ മുകളിലിരിക്കുന്ന ഈ പോയിന്റിൽ 5 വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ട്രിപ്പിലാണ്. സ്ട്രിപ്പിൽ ഏത് പോയിന്റിലാണെന്ന് ഞാൻ പറയാം. സ്ട്രിപ്പില് ചാർജർ കുത്തിക്കൊണ്ടാണെന്നൊരു നിങ്ങൾക്ക് വോൾട്ടേജ് മെഷർ ചെയ്യുക. ഒരു പോയിന്റ് മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് ഇവിടെ വെച്ചതിന് ശേഷം പോസിറ്റീവ് പ്രോബ് ഈ മുകളിൽ ആദ്യത്തെ ലെഗിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 5 വോൾട്ടേജ് ചാർജറിൽ നിന്നുള്ള 5 വോൾട്ടേജ് ഇവിടെ കാണിക്കും. ഇനി അഥവാ കണ്ടിന്യൂറ്റി ബസർ റേഞ്ചിലാണ് ഇട്ടേച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആദ്യത്തെ പോയിന്റും ഈ കപ്പാസിറ്ററിന്റെ അടിയിലത്തെ ലെഗുമായിട്ട് ബീപ്പ് അടിക്കണം. അതായത് കണ്ടിന്യൂറ്റി കാണിക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് നാലാമത്തെ പോയിന്റുമായിട്ട് ഇവിടെ കയറുന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് കയറുന്നത്. ഇവിടുന്ന് നാലാമത്തെ പോയിന്റും ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റുമായിട്ട് ബീപ്പ് അടിക്കുന്നുണ്ടെന്നുവെച്ചാൽ ഈ സ്ട്രിപ്പ് ഓക്കെയാണ്. പിന്നെ നെഗറ്റീവ് പോയിന്റ് അല്ലേ ഉള്ളൂ. നെഗറ്റീവ് പോയിന്റ് പ്രിന്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക് കൊടുക്കാവുന്നതാണ്, ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ നിങ്ങൾക്ക് കപ്പാസിറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായ വീഡിയോ കിട്ടും. ഇനി അഥവാ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നൊരിക്കൽ ന്യൂ SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സിമ്പിളായ രീതിയിൽ എങ്ങനെയാണ് എല്ലാ കമ്പോണൻസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളാണ്. അത് കഴിഞ്ഞേച്ച് നേരെ ബോർഡിലേക്ക് കയറി ചാർജിങ് സെക്ഷനിലൂടെ കറങ്ങി ആണ് ചാർജ് ബാറ്ററിയിൽ സ്റ്റോർ ആകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ട് ഉള്ളവര് കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.